കഴുത്ത് ധരിച്ചതിന്റെ പാട് മുഴുവൻ കിടക്കുന്നത് കണ്ടോ? ഇവള് ചെയ്തതാ. ഈ അഹങ്കാരി. ഇല്ലെങ്കിൽ ചോദിച്ചു നോക്കളോട്. ഗാഥമോള് വെറുതെ ചെയ്യില്ലല്ലോ. നിങ്ങളുടെ ഭാഗത്തൊന്നും തെറ്റ് വന്നിട്ടുണ്ടാവും. അയ്യോ, ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഇവള് കരുതി കൂട്ടി തന്നെ ചെയ്തതാ. നിർമ്മലേ, പോകാൻ നോക്ക് രണ്ടുപേരും. ഹാ, നിക്ക്. മുത്തശ്ശി, ഈ നാഗശാപുള്ള വീട്ടിൽ നിൽക്കുന്നത് തന്നെ വലിയ റിസ്ക് ആണ്. അതിനു പുറമെ ഇവരെ കൂടെ സഹിക്കാനേ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അതുകൊണ്ട് ഈ നിൽക്കുന്ന നിർമ്മല, കീർത്തി, പിന്നെ ഉദയൻ, ഇവര് 3 പേരെയും ഈ നിമിഷം ഇവിടുന്ന് പുറത്താക്കണം. മുത്തശ്ശി അതിന് തയ്യാറല്ലെങ്കിൽ ഞാൻ തന്നെ പിടിച്ചിറക്കും എല്ലാത്തിനും. ഈ വീട്ടിലെ നമ്മള് 2 പേരില് ഒരാള് മാത്രം മതി. നിനക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഇറങ്ങടി. നവീൻ, ഇവരുടെ കുടുംബം ഇനി ഈ തറവാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. നവീൻ എന്താ മനസ്സിലാവുന്നില്ലേ? ഇവര് 3 പേരും നിൽക്കുന്ന ഈ വീട്ടില് എനിക്കിവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. തൽക്കാലം മുറിയിലേക്ക് പോയേ. അതൊന്നും പറ്റില്ല നവീൻ. ഇവരിവിടുന്ന് പോയേ പറ്റൂ. എത്ര കാലായി ഇവരെല്ലാവരും ദ്രോഹിക്കാൻ തുടങ്ങിയിട്ട്. എന്നെ നവീൻ ഒക്കെ ദ്രോഹിച്ചിട്ടില്ലേ? കാണിച്ച കള്ളത്തരങ്ങൾക്കൊക്കെ കണക്കുണ്ടോ? എന്നിട്ടും എന്തിന്റെ പേരിൽ ഇവരൊക്കെ പിടിച്ചു നിർത്തുന്നേ? അവരിവിടെ നിൽക്കുന്നതിന്റെ കാരണം ഗാഥമോൾ അന്വേഷിക്കണ്ട. പെൺകുട്ടികളായാലേ ഇത്ര നിർബന്ധ ബുദ്ധി കാണിക്കരുത്. പെൺകുട്ടികൾക്ക് എന്താ കുഴപ്പം? പെണ്ണ് വിചാരിച്ച ഇവിടെ ഒന്നും നടക്കില്ലേ? എന്റെ മമ്മി എന്നെ വളർത്തിയത്. ഒരുത്തി ജയിച്ച എന്റെ മമ്മി സിതാര ശ്രീനിവാസ്. ആ മമ്മിയുടെ വളർത്തദോഷമാണ് ഈ കാണിക്കുന്നൊക്കെ. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. നിർമ്മലയും കീർത്തിയും ഉദയനും എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും. ഓ, മോളും മരുമോനും പേരക്കുട്ടിയൊക്കെ ആണല്ലോ. അപ്പൊ അവരാരെ കുറിച്ച് പറഞ്ഞാലും കുഴപ്പമില്ല. ആരെ കൊല്ലാൻ ശ്രമിച്ചാലും കാര്യമില്ല. നീ ഒന്ന് ക്ഷമിക്കേ. ഇനി എന്തിനാ ഞാനിങ്ങനെ ക്ഷമിക്കുന്നേ? കൊറേ കാലായില്ലേ ഇവരെന്നെ ആക്ഷേപിക്കാനും നാണം കെടുത്താനും പരദൂഷണം പറയാനൊക്കെ തുടങ്ങിയിട്ട്. ഇനി എനിക്കതൊന്നും അനുവദിക്കാൻ പറ്റില്ല. നവീൻ, ഇവരെ ഇപ്പൊ പിടിച്ച് പുറത്താക്ക്. നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അവരിവിടുന്ന് പോകുന്നതില് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ അവർക്ക് കൂടി ഇറങ്ങാം. ഒരു തടസ്സമില്ല.